നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വരന്തരപ്പിള്ളിയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ 2 യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി. ക്രിസ്റ്റി, മനോജ് എന്നിവരെ 2ഇടങ്ങളിൽ നിന്നായാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. വയനാടിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്ഥാപനങ്ങളും വ്യക്തികളും തുക കൈമാറി. ശോഭനം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ആമ്പലൂർ വടക്കുമുറി പ്രദേശത്തെ വെള്ളപ്പൊക്കം പരിഹരിക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മയിൽ അംഗങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയർത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന ഓണോത്സവം 2024ന്റെ ഗിഫ്റ്റ് വൗച്ചർ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സൗജന്യ ചികിത്സയും ഔഷധ വിതരണവും നടന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ 150ാം വാർഷികാഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ച് ആമ്പലൂരിൽ നിന്നും പള്ളിക്കുന്നിലേക്ക് വിളംബര പദയാത്ര നടത്തി. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ജനറൽ കൺവീനർ CK ഡേവിസിനെ പതാക കൈമാറി ഫ്ലാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. വരന്തരപ്പിള്ളിയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ 2 യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി. വേലുപ്പാടം സ്വദേശി പണ്ടാരപ്പറമ്പിൽ 46 വയസ്സുള്ള ക്രിസ്റ്റി, വരന്തരപ്പിള്ളി പൗണ്ട് സ്വദേശി കടുകപ്പറമ്പിൽ 44 വയസ്സുള്ള മനോജ് എന്നിവരെയാണ് 2 സ്ഥലങ്ങളിൽ നിന്നായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഓട്ടോറിക്ഷയിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടെയാണ് ക്രിസ്റ്റിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടിച്ചെടുത്തു. മദ്യവിൽപ്പന നടത്തിയ ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു. വരന്തരപ്പള്ളി കൂട്ടോലിപ്പാടത്ത് നിന്നാണ് 7 ലിറ്റർ മദ്യവുമായി മനോജിനെ എക്സൈസ് പിടികൂടിയത്. അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് ഇരുവരെയും ഏറെ നാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. മുൻപ് പലതവണ മദ്യവിൽപ്പന നടത്തിയതിന് ക്രിസ്റ്റി പോലീസിന്റെയും എക്സൈസിന്റെയും പിടിയിലായിട്ടുണ്ട്. വരന്തരപ്പള്ളി മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന വ്യാപകമാണെന്നും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് അറിയിച്ചു. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ വത്സൻ, ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വയനാടിന്റെ വേദനയിൽ പങ്കുചേർന്ന് മുരിയാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ 1 ദിവസത്തെ വേതനം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് രാധാദാസൻ, CS സെക്രട്ടറി ശ്രീജ എന്നിവരുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിന് തുക കൈമാറി. പുല്ലൂർ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം ബാബു ചുക്കത്തും ഭാര്യ രമണിയും ചേർന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വർണ്ണ മോതിരം കൈമാറി. ആനന്ദപുരം ഷീ ഹെൽത്ത് സെന്റർ സഹോദരിമാർ സമാഹരിച്ച തുക ഇൻസ്ട്രക്ടർ സിന്ധു സാന്ദ്രയുടെ നേതൃത്വത്തിൽ മന്ത്രിക്ക് കൈമാറി. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണനന്ദ പഠനാവശ്യത്തിനും വസ്ത്രം വാങ്ങാനുമായി കരുതിവെച്ച 2000 രൂപയും കൈമാറി. മുരിയാട് കൃഷിഭവനിലെ സലിത പ്രതീഷ് ദമ്പതികളുടെ മകളാണ് കൃഷ്ണനന്ദ. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗം തോമസ് തൊകലത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി PB ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ K വൃന്ദകുമാരി, ജിനി സതീശൻ, ശ്രീജിത്ത് പട്ടത്ത്, സേവ്യർ ആളൂക്കാരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിൽജി ശശികല എന്നിവർ സന്നിഹിതരായി. സഹോദരന്മാരുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ പേരിലും ഞാനതിന് ഹൃദയംഗമമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സേവാഭാരതി നെന്മണിക്കര ശാഖയുടെ നേതൃത്വത്തിൽ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി അരിയും പച്ചക്കറിയും വിതരണം ചെയ്തു. 200ഓളം കുടുംബങ്ങൾക്കാണ് ദുരിതാശ്വാസമായി കിറ്റുകൾ വിതരണം ചെയ്തത്. സേവാഭാരതി ജില്ലാ കമ്മിറ്റി അംഗം N ജയൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയം സേവക സംഘം പുതുക്കാട് ഖണ്ഡ് സംഘചാലക് SK രാജേഷ് അധ്യക്ഷത വഹിച്ചു. രാമൻകുട്ടി കരുമാലിൽ, സജീവൻ വെളിയത്തുപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. സേവാഭാരതിയുടെ കിറ്റ് വിതരണം
ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, നെന്മണിക്കര മുഴുവനായിട്ട് പ്രളയത്തിൽ മുങ്ങി അനേകം ജനങ്ങൾ വീട് വിട്ട് പോകേണ്ട അവസ്ഥ വരികയും വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നിരവധി പേർക്ക് നിരവധി നാശനഷ്ടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ അവസാനത്തെ വരിയിൽ അവസാനം നിൽക്കുന്നവനെ ആദ്യം സേവിക്കും. അവസാനത്തെ വരിയിൽ അവസാനം നിൽക്കുന്നവനെ ആദ്യം സേവിക്കും. അവിടെ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ യാതൊരു തല വേലിക്കെട്ടുകൾ നമ്മളെ ബാധിക്കുന്നതല്ല. ഈ ഒരു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റത്തൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിലെ ടി നിഖിൽ കൃഷ്ണ, നിധിൻ കൃഷ്ണ, വി അഭിനവ്, വി അഞ്ജിത, അഭിനവ് കൃഷ്ണ എന്നീ കുട്ടികൾ പണം കൈമാറി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിലിനാണ് പണം കൈമാറിയത്. വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി പൈങ്കേൽ സജീവ് കുമാർ, വിമുക്ത ഭടൻ, ജോസഫ് കുപ്പപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വെള്ളിക്കുളങ്ങര സൗത്ത് ബ്രാഞ്ച് അംഗം KP ജോണിയുടെ 1 മാസത്തെ PF പെൻഷൻ കൈമാറി. 3620 രൂപയുടെ ചെക്ക് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം PC ഉമേഷ് ഏറ്റുവാങ്ങി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കൊടകര ഗ്രാമപഞ്ചായത്ത് 2.50 ലക്ഷം രൂപ കൈമാറി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന് പണം കൈമാറി. വൈസ് പ്രസിഡന്റ് KG രജീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, വാർഡ് അംഗം MA ഗോപാലൻ, പഞ്ചായത്ത് സെക്രട്ടറി K ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു. ശോഭനം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വടക്കുമുറി പ്രദേശത്തെ വെള്ളപ്പൊക്കം പരിഹരിക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മയിൽ അംഗങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയർത്തി. മണലിപ്പുഴയുടെ ആഴവും വീതിയും വീണ്ടെടുത്ത് നീരൊഴുക്ക് സുഗമമാക്കുക, വശങ്ങൾ കെട്ടി ഉയർത്താൻ പദ്ധതി രൂപീകരിക്കുക, മണലിപ്പുഴയിൽ കേളി തോടിന്റെ ആരംഭത്തിൽ ഷട്ടർ തടയണ നിർമ്മിക്കുക, നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന 6ഓളം തോടുകൾ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നീ ആവശ്യങ്ങൾക്കായി കളക്ടർ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം നൽകാൻ കൂട്ടായ്മയിൽ തീരുമാനമായി. ആരോഗ്യത്തിനും ശാരീരിക സൗന്ദര്യത്തിനുമായി AJ ഫിറ്റ്നസ് സെന്റർ വേലുപ്പാടത്ത് പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ലോങ് ലൈഫ് ഫിറ്റ്നസിന്റെ 2ാമത്തെ സ്ഥാപനമായ AJ ഫിറ്റ്നസ് സെന്റർ വേലുപ്പാടത്ത് കള്ളായിമൂലയിൽ വനിതാ സൊസൈറ്റി ബിൽഡിംഗിലാണ് ആരംഭിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അഖിലാൻഡോ തെക്കുംതല, ജോബി ജോൺസൺ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചെസ്റ്റ് ബെഞ്ച് പ്രസ്, മാക്സിമം വെയിറ്റ് വിത്ത് പുഷപ്പ് തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യുകയും ചെയ്തു. ആദ്യം പ്രവേശനം നേടുന്ന 100 പേർക്ക് അഡ്മിഷൻ തികച്ചും സൗജന്യമാണ്. ആരോഗ്യം സംരക്ഷിക്കാം AJ ഫിറ്റ്നസ് സെന്ററിലൂടെ. ഉദ്ഘാടനം ചെയ്യുന്ന ഈ വ്യായാമ പരിശീലന കേന്ദ്രം മലയാളത്തിൽ പറഞ്ഞ AJ ജിമ്മിന്റെ പ്രവർത്തനങ്ങൾ ഇന്നത്തോടുകൂടി തുടക്കം കുറിക്കുക. വരന്തരപ്പള്ളിയിൽ വളരെ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി ആരംഭിക്കുകയും നിരവധി പേർ പരിശീലനം നേടുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഓരോ മാറ്റങ്ങളും വന്നു ചേരുന്നത് ഗ്രാമപ്രദേശമായ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നത് ഏറ്റവും അഭിമാനകരമാണ്. കാരണം നമുക്കെല്ലാവർക്കും പ്രിൻസേട്ടൻ പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിച്ച് പറഞ്ഞു, നമുക്കെല്ലാവർക്കും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിചാരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ അഡിക്ഷനിലായിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനായിട്ട് ഇതുപോലെയുള്ള ഫിറ്റ്നസ് സെന്ററുകൾ തുടങ്ങുന്നതോടുകൂടി നമ്മുടെ കുട്ടികളുടെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അവരുടെ മനസ്സിന് ഒരു ഉല്ലാസം കിട്ടുന്നതിനും അവരുടെ ശരീരത്തിന് ഒരു വ്യായാമം കിട്ടുന്നതിനും ഇങ്ങനെയുള്ള ഈ ഫിറ്റ്നസ് സെന്ററുകൾ ഉപകാരപ്രദമാണ്. വ്യായാമത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദിനചര്യത്തിൽ മാറ്റം വരുത്തുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ജിമ്മിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് പൈസ ഉണ്ടായാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതും അത് നല്ല രീതിയിൽ വേറെ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ സാധിക്കുന്നതും നമ്മളുടെ നല്ല പ്രവർത്തികളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ തെക്കിനിടയിലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ വാർഡ് മെമ്പർമാരായ കലാപ്രിയതേജി, നമ്മുടെ ബന്ധുക്കള്, നാട്ടുകാര്, ഈ സ്റ്റേജിന്റെ എല്ലാ സഹകരണത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്ത സിജു ചേട്ടൻ, അപ്പൊ എല്ലാവരോടും വീണ്ടും വീണ്ടും പ്രത്യേകം നന്ദി പറയുന്നു.
AJ ഫിറ്റ്നസ് സെന്റർ, ഫസ്റ്റ് ഫ്ലോർ, വനിതാ സൊസൈറ്റി ബിൽഡിംഗ്, കള്ളായിമൂല, വേലോപ്പാടം. ഫോൺ നമ്പർ 447556708335. മറ്റൊരു ഫോൺ നമ്പർ 889117333268. സഹോദര സ്ഥാപനം ലോങ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ, വരന്തരപ്പിള്ളി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന ഓണോത്സവം 2024 ഗിഫ്റ്റ് വൗച്ചർ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജേക്കബ് തൃക്കൂക്കാരൻ, വൈസ് പ്രസിഡന്റുമാരായ MD വിൻസെന്റ്, ബിജു കണ്ണത്ത്, CV ഷാജു, ജോയിന്റ് സെക്രട്ടറിമാരായ സെബി ചുണ്ടക്കാട്ടിൽ, AO ഷാജു, KS പ്രകാശ്, KT സണ്ണി എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സൗജന്യ ചികിത്സയും ഔഷധ വിതരണവും നടന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. MG രാമചന്ദ്രൻ, MV ശ്യാമളൻ, ഗോപിദാസൻ എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, VB ശോഭനകുമാരി, TA വേലായുധൻ, K സുകുമാരൻ, ശിവദാസൻ കുഴിക്കാട്ടിൽ, AV ജോൺസൺ, MK റപ്പായി, PV ശാർങ്കകൻ എന്നിവർ സന്നിഹിതരായി. നല്ല കൂളായിരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. നല്ല അനുഭവ സമ്പത്തും നല്ല എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആരോഗ്യ സമ്പത്തുള്ളൊരു നാടാണ് നമ്മുടെ സംസ്ഥാനം. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ 150-ാം വാർഷിക ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ച് ആമ്പലൂരിൽ നിന്നും പള്ളിക്കുന്നിലേക്ക് വിളംബര പദയാത്ര നടത്തി. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ജനറൽ കൺവീനർ TK ഡേവിസിന് പതാക കൈമാറി ഫ്ലാഗ് ഓഫ് ചെയ്തു. വ്യാഴാഴ്ച മാർ ബോസ്കോ പുത്തൂർ ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ജൂബിലിയോടനുബന്ധിച്ച് കലാകായിക, ആത്മീയ, സാമൂഹിക സേവന മേഖലകളിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്കായി വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കലിന്റെ നേതൃത്വത്തിൽ 150 അംഗ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. വിളംബര പദയാത്രയ്ക്ക് ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, സൈമൺ പൂവത്തൂക്കാരൻ, ജോൺസൺ നന്ദിക്കര എന്നിവർ നേതൃത്വം നൽകി. ചെറുപ്പകാലത്ത് ഈ പള്ളിക്കുന്ന് പള്ളിയിലൊക്കെ വരുമ്പോൾ അന്നുണ്ടായിരുന്ന പ്രായമായ കാരണന്മാർ പലപ്പോഴും പറയാറുണ്ട്, വരന്തരപ്പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ വരം തരും പള്ളി എന്നാണ് പറയും. 150 വർഷം മുമ്പ് ദൈവം കനിഞ്ഞു നൽകിയ ഒരാലയം നമുക്കെല്ലാവർക്കും ആത്മീയമായ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ഇന്നും വിരാജിക്കുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം വിളിച്ചറിയിക്കാനായി നമ്മൾ ആഘോഷങ്ങളിലേക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുകയാണ്. ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സ്വർഗ്ഗാരോപിത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. NFIW ദേശീയ സെക്രട്ടറി ആനി രാജയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരള മഹിളാ സംഘം പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. NFIW സംസ്ഥാന കമ്മിറ്റി അംഗം ജയന്തി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷീല ജോർജ് അധ്യക്ഷത വഹിച്ചു. ഓമന ഗോപാലൻ, സുനന്ദ ശശി, രജനി കരുണാകരൻ, കലാപ്രിയ സുരേഷ്, അനുപമ സുധീഷ്, രമ സന്തോഷ്, അശ്വതി പ്രവീൺ, ശലഭ വിനോദ്, അമ്പിളി ദിനേശ്, അഞ്ജുഷ വിനോദ് എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലം സെക്രട്ടറി രാജി രാജൻ, ജോയിന്റ് സെക്രട്ടറി ബിജിത രാജൻ, മണ്ഡലം ജോയിന്റ് ഭാരവാഹികളായ രേഖ കിഷോർ, അജിത മാധവൻ എന്നിവർ പ്രസംഗിച്ചു. ചേർപ്പ് ഉപജില്ല സ്വദേശ് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. KPSTA ചേർപ്പ് ഉപജില്ലാ പ്രസിഡന്റ് വാഹിദ ബാനു അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ട്രീസ ബാബു സമ്മാന വിതരണം നടത്തി. ഉപജില്ലാ സെക്രട്ടറി സ്റ്റാർലിൻ ഷിൻഡോ, വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ KJ സെബി, മുൻ ഉപജില്ലാ പ്രസിഡന്റ് KS അജിത് കുമാർ, അക്കാദമിക് കൗൺസിലർ നിസി തോമസ്, ട്രഷറർ സത്യനാരായണൻ, ബേബി, ജോഷി എന്നിവർ പ്രസംഗിച്ചു. കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. ക്ഷേത്രം തന്ത്രി അണിമംഗലത്ത് മനയ്ക്കൽ വല്ലഭൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ PV സജീവ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KS നന്ദകുമാർ, സെക്രട്ടറി KS ബിജു, ട്രഷറർ KV രാജൻ എന്നിവർ നേതൃത്വം നൽകി. SNDP മാവിൻ ചുവട് ശാഖയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. SNDP യോഗം പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് രഷ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് നാരായണൻ തൊട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി തിലകൻ അയ്യഞ്ചിറ നേതൃത്വം വഹിച്ചു. TK രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, MR മനോജ് കുമാർ, സുകുമാരൻ പുന്നക്കത്തറയിൽ എന്നിവർ പ്രസംഗിച്ചു.
കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6445 രൂപ, പവന് 51,560 രൂപ. പറപ്പൂക്കര മുത്തറത്തിക്കര കൊരട്ടിക്കാട്ടിൽ ലോഹിതാക്ഷൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രികയാണ് ഭാര്യ. സരിത, സ്വപ്ന എന്നിവർ മക്കളും ദിനേശൻ, രമേശൻ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് ചെങ്ങാലൂർ സൂര്യഗ്രാമം അറക്കൽ പുതുക്കാട്ടുകാരൻ റോസക്കുട്ടി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. പരേതനായ ദേവസിയാണ് ഭർത്താവ്. ഉഷ, ആൻറ്റു എന്നിവർ മക്കളും വിൽസൺ, പരേതയായ മേരി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തട്ടിൽ തൃക്കൂക്കാരൻ വർഗീസ് ഭാര്യ ജെസ്സി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിൻസി, വിപിൻ എന്നിവർ മക്കളും ബിനോയ്, ഗിൽസ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരന്തരപ്പിള്ളിയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ 2 യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി. ക്രിസ്റ്റി, മനോജ് എന്നിവരെ 2 നിന്നായാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. വയനാടിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്ഥാപനങ്ങളും വ്യക്തികളും തുക കൈമാറി. ശോഭനം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ആമ്പലൂർ വടക്കുമുറി പ്രദേശത്തെ വെള്ളപ്പൊക്കം പരിഹരിക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മയിൽ അംഗങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയർത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന ഓണോത്സവം 2024 ഗിഫ്റ്റ് വൗച്ചർ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സൗജന്യ ചികിത്സയും ഔഷധ വിതരണവും നടന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ 150-ാം വാർഷികാഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ച് ആമ്പലൂരിൽ നിന്നും പള്ളിക്കുന്നിലേക്ക് വിളംബര പദയാത്ര നടത്തി. പുതുക്കാട് കൊറോണ വികാരി ഫാദർ പോൾ തേക്കാനത്ത് ജനറൽ കൺവീനർ TK ഡേവിസിനെ പതാക കൈമാറി ഫ്ലാഗ് ഓഫ് ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.